അതിനെക്കുറിച്ച് ഒരുപാട് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ഒരു പോൺ സ്റ്റാർ, ജോണി സിംസ് എന്ന് പറയുന്ന ഒരു പോൺ സ്റ്റാറുമായിട്ട് ഒരു റെഫറൻസ് വരുന്ന രീതിയിലാണ് ആ ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യം വന്ന സമയത്ത് കുറേ ആളുകൾക്ക് അത് മനസ്സിലായി, അവരത് ചിരിച്ചു, ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ പുരുഷ കേസരികൾ ഇടുന്ന പോസ്റ്റുകൾ നോക്കിയാൽ ചിലർ വീഡിയോ ആയിട്ടും പോസ്റ്റായിട്ടും കമൻ്റ് ആയിട്ടും ഒക്കെ ഇടുന്നുണ്ട്. അതായത് അവരവരുടെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ, മിക്കവാറും ആ കേസ് തന്നെയാണ്, പിന്നെ ചിലർ അനിയത്തിമാരുടെ കൂടെയൊക്കെ പോയിരുന്ന് സിനിമ കാണുന്നു. ഈ റെഫറൻസ് വരുന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന പെൺകുട്ടിക്ക് ഇത് മനസ്സിലായിട്ടില്ല, എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഇത് മനസ്സിലായിട്ടില്ല, എൻ്റെ ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ ഭാഗ്യവാനാണ്, ഈ രീതിയിലാണ് പോസ്റ്റുകൾ പോകുന്നത്. സത്യസന്ധമായി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കൂടെ വന്ന പെൺകുട്ടിക്ക് ആ റെഫറൻസ് കണ്ടപ്പോൾ മനസ്സിലായില്ല എന്നുള്ളത് നിങ്ങൾ അഭിമാനത്തോടു കൂടി കാണുന്ന ആളാണെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം പെൺകുട്ടിയായാൽ അവൾക്ക് സെക്സിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല, അവൾ പോൺ ഫിലിം കണ്ടിട്ടുണ്ടാവാൻ പാടില്ല, അവൾക്ക് സെക്ഷൽ ഓർഗൻസിനെ കുറിച്ച് വിവരം ഉണ്ടാവാൻ പാടില്ല, എല്ലാം ഏട്ടായി പറഞ്ഞു കൊടുക്കുമ്പോഴേ അവൾ അറിയാൻ പാടുള്ളൂ. കന്യാചർമ്മം പൊട്ടിയിട്ടില്ലാത്ത ആ വേർജിനായിട്ടുള്ള പെൺകുട്ടി എന്ന് പറയുന്ന ആ ഊഷര സങ്കല്പം ഉണ്ടല്ലോ, അതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ ഈ ജെന്നാൽഫ കാലഘട്ടത്തിൽ തിയേറ്ററുകളിൽ നിന്ന് വരുന്ന വീഡിയോസിൽ കാണുന്നത്. അവന് വേണ്ടത്, അവന് ഉമ്മ കൊടുക്കുന്ന സമയത്ത് അയ്യോ ആരെങ്കിലും കണ്ടാലോ, ഉമ്മ കൊടുക്കുന്നത് പാപമല്ലേ എന്ന് പറയുന്ന, ഉമ്മ വെച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ കല്യാണത്തിന് ശേഷം മതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഗ്രൂം ചെയ്തെടുക്കണം, അവൻ ഇഷ്ടമുള്ളതുപോലെ, അവനാണ് ലോകം എന്ന് കരുതി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സാധാരണ തോന്നിയത്, നമ്മൾ ഈ സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ വേണോ വേണ്ടേ എന്നുള്ള ചർച്ച വരുമ്പോൾ ഈ ചില അമ്മാവന്മാരൊക്കെ പറയുമല്ലോ, ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്തിനാ സ്കൂളിൽ പോൺ വീഡിയോ കാണിക്കാനാണോ എന്ന് പറയുന്ന ആൾക്കാർ അമ്മാവും പ്രോ മാക്സ് ആയിട്ടുണ്ട് ആ വിഷയത്തിലുണ്ട് സാർ. അപ്പോൾ അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പറയുന്നത്, ഈ സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് അറിയുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നുള്ളതിനെ നേരെ കൊണ്ട് ഇക്വേറ്റ് ചെയ്യുന്നത് പോൺ എന്നുള്ളതിലാണ്. അപ്പം ഇതിൽ സംഭവം എന്താ, അതായത് ഒരു പോൺ സ്റ്റാറുമായി ബന്ധപ്പെട്ടുള്ള റെഫറൻസ് അത് മനസ്സിലായില്ല എന്നതിനർത്ഥം പോണ് കാണാറില്ല എന്നുള്ളതാണ്. ആ പോണ് കാണാറില്ല എന്നുള്ളത് നല്ല കാര്യമൊന്നുമല്ല, എന്ന് മാത്രമല്ല അത് മോശം കാര്യമാണ്. മോശം കാര്യമാണെന്ന് മാത്രമല്ല, ആ മോശം കാര്യം പോണ് കണ്ടിട്ടില്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളെ പറ്റി ധാരണ ഉണ്ടാവില്ല, അതേപോലെ തന്നെ റിപ്രൊഡക്ഷനെ പറ്റി ധാരണ ഉണ്ടാവില്ല, വിവാഹ ജീവിതത്തിൽ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പോൺ വീഡിയോ ആണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. പോൺ വീഡിയോ കണ്ടാൽ എല്ലാത്തിനും പരിഹാരം. എന്താ പറയേണ്ടത് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അതാണ് ഇതിൽ ആകെ ഒരു വിഷയമുള്ളത് മാത്രമാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പോണ് കാണുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുന്നില്ല എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അത്രമേൽ വ്യാപിച്ച് നിൽക്കുന്ന വലിയൊരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് പോൺ എന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, മറിച്ച് പോൺ എന്നുള്ളത് എത്രത്തോളമാണ് സെക്ഷുവാലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും, അല്ലെങ്കിൽ അതുകൊണ്ട് എത്രത്തോളം ഡിസ്ട്രക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും, അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ള ഒരുപാട് പഠനങ്ങൾ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിലേക്ക് എൻഗേജ്ഡ് ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇപ്പോൾ ഈവൻ അത് ബാധിക്കുക അവരുടെ സെക്ഷൽ ലൈഫിനെ തന്നെയാണ്, വേറെ ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഭാഗങ്ങളല്ല അത് ബാധിക്കുക, സെക്ഷൽ ലൈഫിനെ തന്നെയാണ് ബാധിക്കുക. അഥവാ വൈവാഹിക അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് തൃപ്തി കിട്ടാതിരിക്കുക, അതിൽ അസംതൃപ്തി ഉണ്ടാവുക, ആ അസംതൃപ്തി, കിടപ്പറയിലെ അസംതൃപ്തി അവരുടെ ജീവിതത്തിലേക്ക് എത്തുന്നു, കുടുംബ ബന്ധത്തിൽ വലിയ പ്രയാസങ്ങളാണ്, വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നു. ജസ്റ്റ് കുറച്ച് ഫാമിലി കൗൺസിലേഴ്സിൻ്റെ അനുഭവങ്ങൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ വിഷയം മനസ്സിലാവും. അവരിൽ ഒരുപാട് ആളുകൾ പറയുന്നത് കുടുംബ പ്രശ്നങ്ങളുമായിട്ട് എത്തുന്ന ഫാമിലീസ് വരുന്നു, ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ മുന്നിലേക്ക് വരുന്നത്. ആ കുടുംബ പ്രശ്നങ്ങളുടെ പിന്നിലേക്ക് ചെകഞ്ഞ് നോക്കുമ്പോൾ അവരുടെ കിടപ്പറയിൽ ഇവർക്ക് രണ്ടുപേർക്കും തൃപ്തി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ആ തൃപ്തികേടിൻ്റെ പ്രശ്നത്തിൻ്റെ പിന്നിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ഇവരിൽ ആരോ ഒരാൾ പോൺ അഡിക്റ്റ് ആണെന്നുള്ളതാണ് പ്രശ്നം. ആലോചിച്ച് നോക്കുക എത്ര വലിയ പ്രയാസങ്ങളിലേക്ക് നയിക്കുന്നു. രണ്ടെന്ന് പറഞ്ഞാൽ സെക്ഷൽ ഫാൻറ്റസികളിലേക്ക് നയിക്കുന്നു ഒരുപാട് ആളുകളെ. ഫാൻറ്റസികൾ എന്ന് പറഞ്ഞാൽ വലിയ അപകടകരമായിട്ടുള്ള വൃത്തികെട്ട വൾഗറായിട്ടുള്ള ഫാൻറ്റസികളിലേക്ക് നയിക്കുന്നു. ഈ ഫാൻറ്റസികളിലൂടെ മാത്രം സെക്ഷൽ പ്രഷർ കിട്ടുന്ന അവസ്ഥയിലേക്ക് ഒരുപാട് ആളുകൾ എത്തുന്നു. മറ്റൊന്ന് സെക്ഷൽ ത്രഷോൾഡ് മാറുന്നു, അഥവാ ലൈംഗികമായിട്ടൊരു ഉത്തേജനം കിട്ടാനുള്ള അവസ്ഥ, അത് വലിയ അളവിലെത്തുന്ന ഒരുപാട് ആളുകൾ. അഥവാ സിമ്പിൾ ന്യൂഡിറ്റി കണ്ടാൽ ഉത്തേജിക്കപ്പെടുന്ന അവസ്ഥയിലാണ് പലപ്പോഴും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ബയോളജിക്കലി ഉള്ളത്. അതിന് മാറി ന്യൂഡിറ്റി എന്നല്ല, ഈവൻ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ പോലും പോൺ വീഡിയോ അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഒരു സെൻസിറ്റേഷനും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു സെൻസേഷൻ ഉണ്ടാവുന്നില്ല. അവരുടെ ത്രഷോൾഡ്, ചെറിയൊരു സെൻസേഷൻ അവർക്ക് ഉണ്ടാവാനുള്ള ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ വലിയ ഹൈയിലാണ്. വെറൈറ്റികൾ, വ്യത്യസ്തതകൾ, ഫാൻറ്റസികൾ അതിലൂടെ മാത്രം കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അത് ഈവൻ ഈ പോൺ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ പോൺ ലോകത്ത് ഇൻസെസ്റ്റുകളുടെ വ്യാപനം പോലും, അഥവാ അതുണ്ടെങ്കിലേ ആളുകൾ ചൂസ് ചെയ്യുന്നുള്ളൂ എന്ന അവസ്ഥ പോലും പല സ്റ്റഡീസിലും കാണാൻ കഴിയുന്നതാണ്. അഥവാ
അത്തരം വ്യത്യസ്തതകൾ കുടുംബ ബന്ധങ്ങൾ തമ്മിലാണെങ്കിൽ അങ്ങനെ വെറൈറ്റികൾ ഉണ്ടെങ്കിൽ മാത്രം, ഫാൻറ്റസികൾ ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുന്ന അവസ്ഥകളിലേക്ക് മാറുന്നു. ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അനേകം പ്രശ്നങ്ങൾ ഒരു മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം, കുടുംബജീവിതം, സെക്ഷൽ ലൈഫ്, ഇങ്ങനെ സകല കാര്യങ്ങളിലും എല്ലാത്തിലും ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത്. അതെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇയാൾ പറയുന്നത് വെച്ചാണെങ്കിലും ഒരു ബോയ് ഫ്രണ്ട് എന്ത് ചെയ്യണം, ഗേൾ ഫ്രണ്ടിന് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് നിന്റെ പുരോഗമനത്തിന് വേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ അനിയത്തിക്ക് കാണിച്ചു കൊടുക്കണം. അതാണല്ലോ പറഞ്ഞത്, അനിയത്തി അപ്പുറത്ത് നിന്ന് ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ സമാധാനിക്കാൻ പാടുള്ള ഒരു ആങ്ങൾ അല്ലെങ്കിൽ ഒരു സഹോദരൻ. അപ്പോൾ എന്ത് ചെയ്യണം, അനിയത്തിക്ക് ഇത് കാണിച്ചു കൊടുക്കണം, അയച്ചു കൊടുക്കണം. ഉണ്ണി സാറിന്റെ ലോജിക്ക് പ്രകാരം ഫാമിലി ഗ്രൂപ്പിലൊക്കെ വേണം പോൺ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, പുരോഗമിച്ച ഫാമിലി. അപ്പോൾ പുരോഗമിച്ച ഫാമിലിയിൽ എല്ലാവരും കാണണം. അപ്പോൾ എന്താ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പോൺ വീഡിയോ ഇടുക. എന്താണ് ഇവർ ഈ പറയുന്നത്? അതിനപ്പുറത്ത് ഈ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ, കോൺസിക്വൻസുകൾ, അതിനപ്പുറത്തേക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ പോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായി സ്ത്രീ വിരുദ്ധമാണ്. കാരണം സ്ത്രീയുടെ നഗ്നത എന്നുള്ളതിനെ പ്രത്യേകമായി കൊണ്ട്, കാരണം ആണിൻ്റെയും നഗ്നത ഉണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് സ്ത്രീയുടെ നഗ്നതയെ പ്രത്യേകം വിൽപ്പന ചരക്കാക്കുന്ന, സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് യഥാർത്ഥത്തിൽ പോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യമായി എതിരായി രംഗത്ത് വരേണ്ടത് ഈ ന്യൂഡിറ്റിയെയും അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ നഗ്നതയെ പ്രത്യേകിച്ചുകൊണ്ട് അതിനെ പലതരത്തിൽ അതിനെ പിന്നെ പ്രൊജക്റ്റ് ചെയ്യുകയും അങ്ങനെയുള്ള ഒരുപാട് സ്റ്റഡീസ് നമുക്ക് കാണാൻ പറ്റും. ഈ പോൺ ഇൻഡസ്ട്രി എങ്ങനെയാണ് ഈ സ്ത്രീയുടെ നഗ്നതയെ നോർമലൈസ് ചെയ്യുന്നതും അതിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യത്തെ കൂടിയാണ് എന്ത് ചെയ്തത്, ഇയാളിങ്ങനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത്. പിന്നെ പോണിൻ്റെ ഒപ്പം തന്നെ വെർജിനിറ്റി നഷ്ടപ്പെടുന്നൊക്കെ ഭയങ്കര സംഭവം അത്രേ. വെർജിനിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുന്ന കാര്യം, അതേപോലെ തന്നെ കന്യകാത്വം നഷ്ടപ്പെടുക എന്ന് പറയുന്ന കാര്യമൊക്കെ വളരെ നല്ലൊരു കാര്യം. അങ്ങനെ ആയിരിക്കണം എല്ലാവരും. എന്ത് മെസ്സേജാണ് ഇതിലൂടെ ആളുകൾക്ക് കൊടുക്കുന്നത്? ഇപ്പോൾ മുമ്പുള്ള ചുംബനം പോലെ അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് പോലെ വിവാഹത്തിന് മുമ്പ് ഏത് പ്രായത്തിലും എങ്ങനെ നിങ്ങൾക്കാവാം അല്ലെങ്കിൽ അങ്ങനെ ആകുന്നത് വളരെ നോർമലാണെന്നാണ് പറയുന്നത്. അവിടെ ആരാണ് ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതൽ? സ്ത്രീയാണോ പുരുഷനാണോ? സിമ്പിൾ സ്ത്രീപക്ഷവാദം മാത്രം നോക്കുക, പുരോഗമനമൊക്കെ മാറ്റി വെക്കുക. സ്ത്രീപക്ഷവാദം മാത്രം നോക്കിയാൽ അത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ആരാണ് ഇടയാവാൻ സാധ്യത കൂടുതൽ? ആരാണ് ഇടയായിട്ടുള്ളത്? വാർത്തകൾ എടുത്ത് പരിശോധിക്കുക. ആരാണ് അത്തരത്തിൽ ഇടയായിട്ടുള്ളത് കൂടുതൽ? സ്ത്രീകളാണ്. വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള, സ്ത്രീകളെ പുരുഷന്മാർക്ക് ചൂഷണം ചെയ്യാൻ പലപ്പോഴും യൂസ് ആൻഡ് ത്രോ ആണ്, അങ്ങനെ ഉപയോഗിച്ച് വലിച്ചെറിയാൻ ഇത്തരത്തിൽ കരാറുകളില്ലാത്ത ബന്ധങ്ങൾ പലപ്പോഴും കാരണമാകുന്നു. അങ്ങനെ ഉപയോഗിച്ച് വലിച്ചെറിയാൻ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു ബന്ധത്തിന്, അതിൻ്റെ ഒരു പ്രക്രിയനെ, ഇനി അത്തരം ഒരു നോർമൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിനപ്പുറം അത് സെക്ഷ്വൽ അല്ലെങ്കിൽ അത് എന്താ പറയുക ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിന് വരെ ഗ്ലോറിഫൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്ന പറഞ്ഞാൽ വളരെ മോശമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ മോശത്തരങ്ങൾ എവിടെയൊക്കെ കൂടെ ചേർന്നിരിക്കുന്നു വെച്ചാൽ ലൈംഗിക ജീവിതത്തെപ്പറ്റി ധാരണ ഉണ്ടാവുക, സെക്ഷൽ ഓർഗനെ പറ്റി ധാരണ ഉണ്ടാവുക, വിവാഹ ജീവിതത്തെ പറ്റി ധാരണ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എത്ര വലിയ മണ്ടത്തരാണ്. വെർജിനിറ്റി നഷ്ടപ്പെടലാണ് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ പറ്റി ധാരണ ആണോ? വെർജിനിറ്റി നഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ധാരണ ഉണ്ടാവുക. പോൺ വീഡിയോ കാണലാണ് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ പറ്റിയുള്ള ധാരണ. പോൺ വീഡിയോ കണ്ടാൽ മാത്രമാണോ ലൈംഗിക ജീവിതത്തെ പറ്റിയോ അല്ലെങ്കിൽ സെക്ഷൽ ഓർഗനെ പറ്റിയോ ധാരണ ഉണ്ടാവുക? അതാ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണോ? സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി ധാരണ ഉണ്ടാവുക, ബോധ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ, പക്വമായിട്ടുള്ള ഒരു വ്യൂ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പോൺ വീഡിയോസ് നിരന്തരമായിട്ട് കാണുന്നതാണോ? വെർജിനിറ്റി നഷ്ടപ്പെടുന്നതാണോ? ഇങ്ങനെയാണ് പുരോഗമനം പറയുന്നതെങ്കിൽ മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള അതിൻ്റെ ഒരു മെറിറ്റ് ആയി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഈ വിഷയത്തിൽ അവെയർ ആവണം. ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓർഗൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കുക എന്നുള്ളതും അത് നേരത്തെ തന്നെ അവരെ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ സ്കൂളിലടക്കം അല്ലേ, ഇപ്പം തന്നെ നമ്മുടെ സിലബസിലൊക്കെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായി എന്നാൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ പേരിൽ ചില ഒളിച്ചു കടത്തലുണ്ട്, അതിനെ പ്രൊപ്പഗണ്ടകളുണ്ട്, അതിനെ എതിർക്കുകയും വേണം. എന്നാൽ അതിനപ്പുറത്തേക്ക് ആവശ്യമുള്ള, അതായത് ഓരോ സമയത്തും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓരോരുത്തർക്കും ആവശ്യമുള്ളതായ രൂപത്തിലുള്ള ഇത്രയും ഇൻഫർമേഷൻസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വിഷയത്തിലുള്ള ഒരു അവയർനെസ് ഇല്ലായ്മ ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ടതുമല്ല. പക്ഷെ ഇവിടെ പറയുന്നത് പോലെ അത് ആ അവയർനെസ് ഇല്ലായ്മ എന്നുള്ളത് ഇറ്റ് ഡസൻറ്റ് ഇക്വേറ്റ് വിത്ത് ദിസ് പോൺ അല്ലേ. പോൺ എന്നുള്ളതുമായിട്ടൊരു അതിനൊരു ബന്ധമില്ല. സെക്സ് എഡ്യൂക്കേഷൻ വേറെ, പോണ് വേറെ എന്നുള്ളത് നമ്മൾ വിചാരിച്ചതൊക്കെ വാട്സപ്പ് അമ്മമാരോട് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. പുരോഗമനം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. എന്തായാലും നമുക്ക് പറയാം എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് എന്താണ്, പോണ് കൊണ്ടുള്ള കോൺസിക്വൻസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഇനിയും വഴിയെ എന്ത് ചെയ്യാം വളരെ വിശദമായി തന്നെ സംസാരിക്കാം.